ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഒരു വ്യക്തിക്ക് നമ്മളുമായിട്ട് കമ്മിറ്റഡ് ആവാൻ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നമ്മളുമായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നും, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് ചില സൈൻസ് ലഭിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ സയൻസ് എന്നുള്ളത് നോക്കാം. സോ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ആദ്യം ചെയ്യുന്ന കാര്യം, ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു കാര്യം കുറയ്ക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ലിമിറ്റേഷൻ വരുത്തും എന്നുള്ളത്. ഇതിനു വേണ്ടി അവർ ചെയ്യുന്നത്, ഒന്നുകിൽ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യും, അല്ലെങ്കിൽ പറയാതിരിക്കും. അതായത് പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും കൂടുതൽ പറയില്ല. അതുപോലെ തന്നെ മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ക്യാൻസലേഷൻ വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. അല്ലെങ്കിൽ പിന്നീട് അവർക്ക് ആ ഒരു ഉദ്ദേശം, അതായത് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പോസിബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് ഇമോഷണലി അറ്റാച്ച്ഡ് ആകാൻ അവർ സ്വയം സമ്മതിക്കില്ല. അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നിന്നും അവർ ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സംസാരിക്കുന്നതായിരിക്കാം, പരസ്പരം കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ലിമിറ്റേഷൻസ് വരുത്തും. സോ ഇങ്ങനെയുള്ള കാര്യമാണ് ആദ്യം ഇങ്ങനെ ഒരു ഉദ്ദേശമുള്ള ആളുകൾ ചെയ്യുക. രണ്ടാമതായി, ഒരു വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് അവരുടെ ലൈഫിൽ എത്രത്തോളം പ്രയോറിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയുമായിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഹോണസ്റ്റ് ആയിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് സീക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവരുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് വളരെ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പ്രയോറിറ്റൈസ്ഡ് ആകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമൊക്കെ ഏറ്റവും അവസാനത്തേക്ക് അവരുടെ എല്ലാ താല്പര്യങ്ങളും അവരുടെ എല്ലാ ഇഷ്ടങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ആവശ്യം പറയുന്ന സമയത്ത് അത് അവരെ കൊണ്ട് സാധിച്ചിട്ടും, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് കഴിയുന്ന ഒരു കാര്യമായിട്ട് കൂടി അത് അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു പ്രയോറിറ്റി വളരെയധികം കുറവായത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ പ്രയോറിറ്റി കുറയും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന സൈൻ. മൂന്നാമതായി, ലൈഫിലെ എല്ലാ കാര്യങ്ങളും, എസ്പെഷ്യലി ആ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇന്നത്തെ ദിവസം, എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ പറയാൻ മടി കാണിക്കുകയോ, അല്ലെങ്കിൽ ആസ് യൂഷ്വൽ അതൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അവർ വളരെയധികം കാഷ്വൽ ആയിട്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു കാര്യവും പ്രത്യേകിച്ച് ഷെയർ ചെയ്യുന്നില്ല, നിങ്ങളെയും ഒരു സ്പെഷ്യലായിട്ട് കണക്കാക്കുന്നില്ല, ഒരു കാര്യവും ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ നൽകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള മിക്സഡ് സിഗ്നൽസ് നൽകുകയും അതുപോലെ തന്നെ വളരെ കാഷ്വൽ ആയിട്ടാണ് നിങ്ങളെയും ആ റിലേഷൻഷിപ്പിനെയും ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനാണ്, എന്തൊക്കെയോ കാരണം കൊണ്ട് അവർക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നതിൻ്റെ. നെക്സ്റ്റ്, ഒരു റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നുള്ളത് വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയില്ല എന്നുള്ളത്. ചില സമയങ്ങളിൽ പറയും ഓക്കെ, റിലേഷൻഷിപ്പ് ഓക്കെയാണ്, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള രീതിയിൽ. ചില സമയത്ത് ആ റിലേഷൻഷിപ്പ് ഒട്ടും വർക്കാകില്ല, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അതൊരു വിധ കാര്യവുമില്ല, അല്ലെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള പെരുമാറ്റം. ഒരുപക്ഷെ ഇത് ഓപ്പൺ ആയിട്ട് പറയുന്ന ആളുകളും ഉണ്ട്, പറയാത്ത ആളുകളും ഉണ്ട്. അതായത് ചില സമയത്ത് വളരെ ഒരു തണുപ്പ മട്ടിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. ചില സമയത്ത് വളരെ സീരിയസ് ആണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലും ആയിരിക്കും. ഇത്തരത്തിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സംസാരമൊക്കെ മറ്റൊരു സൈനാണ്. ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ആ വ്യക്തി തന്നെ
കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നതിൻ്റെ. നെക്സ്റ്റ്, ഇന്റിമസി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റിമേറ്റ് ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ ബോധേഡ് ആയിരിക്കും, അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷെ കൂടുതലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് വേദനിക്കുന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ഡീപ്പ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഇന്റിമേറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, അവർക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്റിമേറ്റ് ആകാതിരിക്കുന്നതിന് വേണ്ടി കൂടി ഇവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു സൈൻ മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല. ഈ സൈൻ എല്ലാം തന്നെ ഒരു വ്യക്തിയിൽ നിന്നും, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടുമായിരിക്കാം, ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി നിരന്തരമായിട്ട് ഈ പറഞ്ഞ പ്രതികരണമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബിഹേവിയർ ആണ് അവരിൽ നിന്നും കൂടുതലായിട്ട് നിരന്തരമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളത്. ചില ആളുകൾക്ക് അത് തുറന്ന് പറയാനുള്ള മടിയോ അല്ലെങ്കിൽ തുറന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് നമ്മൾ മറ്റുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കി നിലനിർത്താനും സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്